ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളെല്ലാവരും കൂടെ സജസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു സിനിമ പോയി കണ്ടെന്ന്. എന്തൊരു സജഷനായിരുന്നു, എന്തൊരു തള്ളയ്ക്ക് വിളിയാണ്. ഓരോരുത്തന്മാരൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെയും കോക്കിൻ്റെയും ഉണ്ണീരെയൊക്കെ പേരിൽ വീഡിയോ. എന്തുകൊണ്ട് നിങ്ങൾ ഈ സിനിമയുടെ റിവ്യൂ പറയുന്നില്ല, പേടിയാണോ ചാടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ഇത്ര കിടിലം പടം. ഞാൻ പിന്നെ ദുബൈയിൽ നോക്കി, ദുബൈയിൽ ഈ സാധനം റിലീസില്ല. ഒന്നാമത്തെ കാര്യം ട്രെയിലർ എന്നെ ഒട്ടും ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതാണെങ്കിലും കൊണ്ടലാണെങ്കിലും എനിക്ക് ട്രെയിലർ കണ്ടിട്ട് കാണാനായിട്ട് തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, പറഞ്ഞ സാധനമൊക്കെ എങ്ങനെയാണ് മടുപ്പിക്കണം. നിങ്ങൾ ഈ ചാനൽ തന്നെ നോക്കട്ടെ, എല്ലാ സിനിമയും റിവ്യൂ ചെയ്യണ ചാനലാണ് അവിടെ ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എല്ലാ സിനിമയും കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയണത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാ സിനിമയും. ചില പടങ്ങൾ ഞാൻ OTTയിലേ കാണത്തുള്ളൂ. അത് ട്രെയിലറൊക്കെ കണ്ടിട്ട് ഞാൻ തിരികെ ഇത് OTT ഇറങ്ങുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഇത് ഇന്ന ഡയറക്ടറിൻ്റെ പടം, അല്ലെങ്കിൽ ഇന്ന ആക്ടറിൻ്റെ പടം കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൻ്റെ അകത്ത് കയറി കുത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ ഒരു മൈൻഡ് സെറ്റും. ചില സിനിമകൾ തിയേറ്ററിൽ കാണണമെന്നുള്ളൊരു ഫീലിംഗ് വരും, ചിലത് OTT കാണാം. ഞാൻ ഈ പടം OTT കാണാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ നിങ്ങളുടെ സജഷൻ കാരണം ഞാൻ ഈ സിനിമ പോയി കാണുകയും ഇന്ന് ഇവിടെ റിലീസാണ്. ഇന്ന് നമ്മുടെ ദുബായിൽ ഇന്നാണ് റിലീസ്. ഓണത്തിന് റിലീസായില്ല. ഞാൻ പോയിരുന്ന് കണ്ട് വാട്ടെ പടം. പാവ റഹ്മാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ സീനൊക്കെ വളരെ പുള്ളിയുടെ കാര്യവാടിയൊക്കെ നന്നായിട്ട് ചേരും. പുള്ളിയാണെങ്കിലും ശരി, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെ 2-3 പേര് നൈസായിരുന്നു. ചില കോമഡികളും ഇടയ്ക്കിടയ്ക്ക് ചിരി വരാറുണ്ട്. മറ്റേ ശ്രീകാന്ത് വെട്ടിയാർ മറ്റേ ന്യൂസ് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ട്. കാനഡയിൽ മറ്റേ പ്രശ്നവും കാനഡ മറ്റേ UK പ്രശ്നമൊക്കെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. സോഷ്യൽ മീഡിയയിലുള്ള കുറേ എണ്ണമുണ്ട്. നമ്മുടെ ലാലേട്ടനെ പോലെ ഇരിക്കുന്ന ഒരു കുടിയൻ ചേട്ടൻ ഉണ്ടല്ലോ പുള്ളി, പിന്നെ ആറാട്ട് കണ്ണൻ, അലൻ ജോസ് കണേര ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഫാൻസിന് പറ്റി അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ പടമാണെന്ന് തോന്നുന്നു. ഭീമൻ രഘു ചേട്ടനുണ്ട്, നമ്മുടെ ദേവനുണ്ട്. ദേവ്ജീനെ കാണിച്ചത് സൂപ്പറായിരുന്നു. എനിക്ക് ദേവ്ജി, ഞാനൊരു കട്ട ദേവ്ജി ഫാൻ. താങ്ക്സ് ടു അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ്. പിന്നെ നമ്മുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ഷാങ്കി ബോയ് ഉണ്ട്. പിന്നെ അങ്ങനെ പറയേണ്ട ഒരുപാട് പഴയ കാല ആൾക്കാരൊക്കെ സിനിമയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. സിനിമയിൽ ദയൻ ശ്രീനിവാസനുണ്ട്. അങ്ങനെ ഒരു പടം എന്തൊക്കെയോ കാട്ടിക്കൂട്ടലൊക്കെ ആക്കി ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനൊക്കെയോ ഡയലോഗ്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു പുള്ളി വന്ന് സിനിമ കൊട്ടേഷൻ കൊടുക്കുന്നു, കുറേ റിവ്യൂവേഴ്സിനെ താഴ്ക്കാനായിട്ടൊരു സീൻ, സിഗ്മ മെയിൽ കാണിക്കാനായിട്ട് വേറൊരു സീൻ. നല്ലൊരു നടനാണ് ആൻസൺ പോൾ എന്ന് പറഞ്ഞ ചേട്ടൻ. ഇങ്ങനെയൊക്കെ എന്തിട്ട് ചെയ്യാനിടയിൽ നല്ലൊരു നടനാണ് പുള്ളി. എന്തോന്ന് പടം ഇവിടെ ഇത്. അല്ല ഞാൻ കാര്യമായിട്ടും ചോദിക്കണം, നിങ്ങൾ ഇതിനെയാണ് അവിടെ നമ്മളെയൊക്കെ വന്നിരുന്ന് തള്ളക്കി വിളിച്ചത്? ഒരുത്തം വന്നിരുന്ന് കിഷ്കിണ്ട ഖാണ്ടോ ഒക്കെ കൂറയെന്ന്, അവന് ഇഷ്ടപ്പെട്ടില്ല. ആയിക്കോട്ടെ, നിനക്കിഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് ഒരു പടം ഇറങ്ങിയിട്ടില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള. ടൈറ്റാനിക്കിനെ ഹേറ്റ് ചെയ്യണവന്മാരുണ്ട്, ജുറാസിക് പാർക്കിനെ ഹേറ്റ് ചെയ്യണവന്മാരുണ്ട്, ദൃശ്യം ഹേറ്റ് ചെയ്യണവന്മാരുണ്ട്. എന്തൊരു ലോജിക്കില്ലാത്ത പടം എന്ന് പറയണവരുണ്ട്. ഈ ലോകത്തുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമോ എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയോ ഇറങ്ങിയിട്ടില്ല. ഒരു പുസ്തകമോ ഇറങ്ങിയിട്ടില്ല, ഒരു ബുക്ക് പോലും ഇറങ്ങിയിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ രീതിയിലുള്ള ഒരു അഭിപ്രായം വരും. അതങ്ങനെയാണ്. നിനക്ക് കിഷ്കിണ്ട കാണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആ സിനിമ ഹിറ്റാണ്, അത് മാത്രം അറിഞ്ഞാൽ പോരെ. അതെന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് അപ്പടം ഇഷ്ടപ്പെട്ടു. ഈ പടം എന്തോന്നാണ്, കുറേ ഗുണ്ടയൊന്നുമല്ല, ശിക്കാരി ശംഭു പോലത്തെ ഒരു പടം. പണ്ട് വിവേകിൻ്റെ ഒരു കിഡിൽ, ആ സിനിമയിൽ ഈ സാധനം ഭയങ്കര കിഡിലായിട്ട് വർക്ക് ചെയ്യുന്നു. വിവേകിൻ്റെ ധനുഷിൻ്റെ ഒരു പടമുണ്ട്. ഇതേപോലെ ധനുഷ് വിവേക് ഒരു വലിയ ഗുണ്ടയാണെന്ന് അറിഞ്ഞിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി വരുന്നതും മറ്റേ ശിക്കാരി ശംഭുവിനെ പോലത്തെ ഒരു ഗുണ്ടയൊക്കെയാണ്. അങ്ങനത്തെ ഒരു സാധനം ത്രെഡിനെ ഇവരങ്ങ് എടുത്തിട്ട് ബാഡ് ബോയ്സ്, ആൻറ്റപ്പൻ ആൻഡ് ടീം, അതിൻ്റെ ഇടയ്ക്ക് ഒരു ടിനി ടോമും ജർമ്മനിയുടെ കുറി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയുണ്ടേ. ആകെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റേ ഡ്രഗിനെ ഒന്നും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല, നന്ദിയുണ്ട്. മറ്റേ ഇതിന് ഞാൻ സത്യം പറഞ്ഞ് ഇത് തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു സ്പൂഫ് സിനിമയാണെന്ന് മനസ്സിൽ വരുത്തിക്ക് ഞാൻ ഫസ്റ്റ് ഹാഫ് മൊത്തം അതൊരു സ്പൂഫ് പടം ഒന്നുമില്ല, എല്ലാവരും കളിയാക്കണ ഒരു സിനിമയാണ്. മറ്റേ
ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടു. കമലഹാസൻ്റെ ഒരു സാധനം, നിനക്ക് വേണ്ടതൊരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട് നമ്മുടെ മറ്റേ ചേട്ടൻ്റെ. പ്രൂഫിൻ്റെ രീതി നോക്കിയത്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ടുവേർഡ്സ് ദി എൻഡ് സിനിമ സീരിയസ് ആയിട്ടൊക്കെ എന്തിനാണ് ഒന്നെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി മറ്റേ തമിഴ് പടമൊക്കെ എടുക്കണ പോലെ ഗുണ്ട സിനിമകൾ അല്ലെങ്കിൽ ഇതുപോലെ റോളക്സ് അതിനെയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ഒരു ഫൺ, ഒരു ലോജിക്കും ഇല്ലാതെ എല്ലാത്തിനെയും എടുത്തിട്ട് കൊട്ടി അങ്ങനെ പോയിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് അതുമല്ല. അയ്യോ അവസാനമൊക്കെ എന്തോന്നാണ് ആ ഒരു മോളെയും മറ്റേ അതും സ്പൂഫായിരുന്നെങ്കിൽ ഓക്കേടെ. അത് സീരിയസ് ടോണിലാണ് സിനിമ കൊണ്ടുവന്നേക്കണം. ഭാര്യയെ മറ്റവനെ കൊല്ലൂന്ന് പറയുന്നു. ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഭാര്യയെ മോളെ കുടുംബത്തിനെ മൊത്തം തട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. എന്നിട്ട് കുടുംബത്തിനെ കത്തിയിൽ നിർത്തും. കത്തിയിൽ നിർത്തുന്നതാണ് കൊല്ലടേ. കത്തിയിൽ നിർത്തി അവർക്ക് കുറേ അടിയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ പറയണം നിൻ്റെ കുടുംബത്തിന് ഞാൻ തട്ടുമെന്ന്. എന്നിട്ട് എങ്ങനെയൊക്കെ കൊച്ചു കയ്യിൽ നിന്ന് മറ്റേ ഒരുത്തം വന്ന് ആ ടൈമിൽ വന്ന് ഒരുത്തന്നെ തലയ്ക്ക് അടിച്ചിട്ടിട്ട് എന്നാൽ പിന്നെ ആദ്യമേ അതങ്ങ് ചെയ്തുകൂടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത് ആ പടം സീരിയസ് ആക്കണ്ടേത്. ആ ടുവേർഡ്സ് എന്നും സീരിയസേ ആക്കണ്ടേത്. എന്തിനായിരുന്നു വെറുതെ എല്ലാണെന്നിട്ട് ഇട്ട് കൊട്ടിയേക്കാം. മറ്റേ ആ പിഷാരടിയുടെ ക്യാരക്ടർ നല്ല രസമായിരുന്നു. ആ മറ്റേ ബോബി ചെമ്മന്നൂറിനെ കളിയാക്കണ ബോച്ചേര സാധനം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ നിങ്ങളൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പൂഫ് എന്നുള്ള രീതിയിൽ ഈ പടത്തിനെ കൊണ്ടുപോയിരുന്നെങ്കിലും കുറച്ചും കൂടെയൊക്കെ രസമാക്കുക. ഇത് ടുവേർഡ്സ് ദി എൻഡ് സീരിയസ് ആയിട്ട് ടോണൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു വളി കോമഡി എന്തോ അല്ല എനിക്ക് അറിയാൻ മേല എനിക്ക് ചോദിക്കുക ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ. എനിക്കറിയില്ല ഈ പടം ഹിറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഭയങ്കര അഭിപ്രായമാണ്. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഇവിടെ ഡെഡിക്കേറ്റഡ് വീഡിയോ വേറെ ആർന്ന് റിവ്യൂസ് എന്നാണ് ചോദിക്കണേ. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ റേഞ്ച് പടം നമ്മുടെ നാട്ടിൽ മുടിഞ്ഞ ഹിറ്റാണെന്ന് തോന്നി ഈ പടം. എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ഭയങ്കര ഹൗസ്ഫുള്ളാണ്, കട്ടാക്കി സൂപ്പർ പടമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇറ്റ് ഹാസ് ടു ബി. ഞാൻ പറയില്ല ഐ ഡോണ്ട് കെയർ. നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഈ ലോകത്തുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻ എനിക്കില്ല. അങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് വേണം. ഞാനൊക്കെ വല്ല അടുത്ത PM ഒ CM ഒക്കെ ആയേനെ. നാട്ടുകാരെ മൊത്തം ഇത് എൻ്റെ തലയിൽ കൂടെ പോയിരുന്നെങ്കിൽ അങ്ങനെ പറ്റൂലടായി. അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്കറിയണം എന്തിനായിരുന്നു എന്നെ ഇങ്ങനെ ഇട്ട് വേർപ്പ് മുട്ടിച്ചത്. ഐ ഡിഡ്ന്റ് ലൈക്ക് ദ മൂവി ടു ബി ഓണസ്റ്റ്. ഇറ്റ് വാസ് എവിടെയൊക്കെയോ ദർ വർ സം കോമഡി, സം നൈസ് മൂമെൻറ്റ്സ്, സം നല്ല ക്യാമിയോസ്, കുറച്ച് ഞാൻ പറയില്ല അങ്ങ് കംപ്ലീറ്റ് സ്പൂഫ് എന്നുള്ള രീതിയിൽ ഈ പടം എടുത്തിരുന്നെങ്കിൽ ഒരു സ്പൂഫ് പടം എന്നുള്ള രീതിയിൽ പൊളിക്കായിരുന്നു. പക്ഷേ എവിടെയൊക്കെ ഈ സിനിമ ഒരുമാതിരി സീരിയസ് ടോണായിട്ട് ഡ്രഗ് മാഫിയ, ഓർഗൻ മാഫിയ, എന്തുവാടേ. എനിക്ക് എല്ലാവരും ഉണ്ട് ഈ പടത്തിൽ. അജു വർഗീസ്, ദയൻ ശ്രീനിവാസം ബാഡ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ സുരേഷ് ഗോപി ഒരു കിട്ടില്ല സാധനം ചെയ്തിട്ടുണ്ട് പണ്ട് മനു അങ്കിളിൽ. അതുപോലത്തെ ഒരു സാധനമൊക്കെ പിടിക്കാനൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നിങ്ങൾ സിനിമ കണ്ടവരാണല്ലോ. എനിക്ക് നിങ്ങൾ തന്ന സജഷനാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയ്ക്കും സജഷൻ ഈ സിനിമ വന്നത്. ട്വിറ്ററിൽ വരെ ആ റേഞ്ചിൽ എന്നെ സജസ്റ്റ് ചെയ്ത പടമാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എൻ്റെ ഒരു 2.5 മണിക്കൂർ തൊലച്ച് തന്നതിന് വളരെ നന്ദിയുണ്ട്. ഞാനിത് OTTയിൽ നിർത്തി വല്ല പാസ്തയോ ചിപ്സോ ഒക്കെ വാങ്ങിച്ച് കുറച്ച് അരമണിക്കൂർ വെച്ച് കാണാനിരുന്ന പടത്തിനെ എന്നെ ഒരിടത്തും എൻ്റെ 45 ദർഹം. ഇവിടെ ഞാൻ പറയില്ല ദുബായിൽ ആൾക്കാർ വളരെ സെലക്റ്റീവാണ് സിനിമയാണ്. ബിക്കോസ് 45 ദർഹം എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്ത് എല്ലാം കൂടെ കഴിഞ്ഞാൽ അവിടെ പോയി പോപ്കോണും പൊരിയൊക്കെ വാങ്ങിച്ച് തിന്നുമ്പോൾ 100 ദർഹവും നാട്ടിലെ 2300 രൂപ. ചില്ലറ കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് നന്ദിയുണ്ട്. നിങ്ങൾ സജസ്റ്റ് ചെയ്ത പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഐ എം വെരി സോറി. ഞാൻ കുറേ ട്രൈ ചെയ്തു പറ്റില്ല മുന്നേ. ഭയങ്കര പാടായിരുന്നു കാണാൻ. എന്താണെങ്കിലും എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. എനിവേയ്സ് അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ശരി എന്നാൽ.